discuss with us in Parliament, to have a discussion on some issues. And for fear of that discussion, Parliament has not functioned for the last 1 week because they are afraid to even discuss certain issues. And across India, we are fighting for our constitution, for the values on which our country was built. ഇന്ത്യൻ പാർലമെന്റിൽ മാത്രമല്ല ഈ രാജ്യം മുഴുവൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടിയും ഈ രാജ്യത്തെ നിർമ്മിച്ചിരിക്കുന്ന മൂല്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. We are fighting against the BJP that has no rules, that has no respect for democracy, no respect for the constitution. നമ്മളുടെ എതിരിടുന്ന ബിജെപി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ബഹുമാനിക്കാത്ത, ഈ രാജ്യത്തെ ഭരണഘടനയെ ബഹുമാനിക്കാത്ത, ഒരു നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാത്ത ബിജെപിക്കെതിരെയാണ് നമ്മൾ പോരാടുന്നത്. You can see yourselves, we have been asking them to discuss with us in Parliament, to have a discussion on some issues. And for fear of that discussion, Parliament has not functioned for the last 1 week because they are afraid to even discuss certain issues. നിങ്ങൾ കണ്ടിട്ടുള്ളത് പോലെ ഞങ്ങൾ ബിജെപിയോട് ഒരു ചർച്ച നടത്താൻ ആവശ്യപ്പെടുകയാണ്, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. ആ ചർച്ച നടത്താനുള്ള ഭയം കാരണം കഴിഞ്ഞ ഒരാഴ്ച പാർലമെന്റ് നന്നായി പ്രവർത്തിക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല. They have a negative and destructive agenda, and we have to fight it with our strength, our courage, and our positivity. അവർക്ക് വളരെയധികം നാശോന്മുഖമായ, നശിപ്പിക്കുന്ന, നിഷേധാത്മകമായ ഒരു കാര്യപരിപാടിയാണ് ബിജെപിക്കുള്ളത്. അതിനെ നമ്മുടെ ധൈര്യം കൊണ്ട്, ശക്തി കൊണ്ട്, നമ്മുടെ പോസിറ്റീവായ ചിന്തകൾ കൊണ്ട്, നമ്മുടെ നന്മ കൊണ്ട് നമ്മൾക്ക് അതിനെ എതിരിടേണ്ടിയിരിക്കുന്നു. They speak of division, we speak of unity. അവർ വിഭജനത്തെ പറ്റി സംസാരിക്കുന്നു, നമ്മൾ ഐക്യത്തെ കുറിച്ച് സംസാരിക്കുന്നു. They give all the power, all the resources of this country to their own few of their friends. We want the power to be in your hands. അവർ ഈ രാജ്യത്തിന്റെ ശക്തി, ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ അവരുടെ കുറച്ച് സുഹൃത്തുക്കൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തിന്റെ അധികാരം, ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. They want to weaken every institution, we want to strengthen it. അവരെല്ലാ സ്ഥാപനങ്ങളെയും ദുർബലമാക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനാണ്. We want a strong media that questions governments and questions power. നമുക്ക് അധികാരത്തെ ചോദ്യം ചെയ്യുന്ന, ഗവൺമെന്റുകളെ ചോദ്യം ചെയ്യുന്ന ശക്തമായ മാധ്യമങ്ങളാണ് നമുക്ക് വേണ്ടത്. A fair, balanced and strong judiciary that is not pressurized. സമ്മർദ്ദത്തിലാകാത്ത, വളരെയധികം തുല്യതയുള്ള, സമതുലിതാവസ്ഥ പാലിക്കുന്ന ഒരു നീതിന്യായ സംവിധാനമാണ് നമുക്ക് വേണ്ടത്. And we want to build on all the values of our constitution. അത് മാത്രമല്ല, നമുക്ക് ഭരണഘടനയുടെ എല്ലാ മൂല്യങ്ങളും പടുത്തുയർത്തേണ്ടതാണ് നമ്മുടെ ആവശ്യം. So that each one of you gets the future that you deserve. അതിന്റെ ഫലമായി നിങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങൾ അർഹിക്കുന്ന ഭാവി ലഭിക്കണം. More important than anything else, we want to focus the politics of our nation back on providing to you the power that you deserve, the rights that you deserve, and all the facilities that you deserve. അത് മാത്രമല്ല, ഈ രാജ്യത്തെ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ട അധികാരം അവർക്ക് നൽകുന്നതിൽ, ജനങ്ങൾക്ക് വേണ്ട അവകാശം അവർക്ക് നൽകുന്നതിൽ, ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ അവർക്ക് നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. You gave my brother so much strength and courage. നിങ്ങൾ എന്റെ സഹോദരന് ഒരുപാട് ധൈര്യവും ഒരുപാട് കരുത്തും നൽകിയിട്ടുണ്ട്. I feel honored, deeply honored to be standing here in his place today. ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ വളരെയധികം ആദരിക്കപ്പെട്ടതായി, വളരെ ആഴത്തിൽ ആദരിക്കപ്പെട്ടതായി എനിക്ക് തോന്നുകയാണ്. I respect you in the same way that he does.